അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർക്ക് വേണ്ടി ഖബിലല്ലാഹു ഹജ്ജക് വഅഫറ ദംബക് തുടങ്ങിയ പ്രാർത്ഥനകൾ നടത്തൽ സുന്നത്തുണ്ടോ? ഇത് സംബന്ധമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ചോദിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം നൽകിയ മറുപടി, ഫലാ ഹറജ അലൽ മുഹന്നിഈൻ ബിസലാമത്തിൽ ഹാജ് യഖൂലു മിനൽ ഇബാറാത്തി മാ യശാഊൻ അലാ അൻ തകൂന മുബാഹതൻ ഫി ശറഅ ودالة على المقصود منها نحو تقبل الله طاعتكم أو تقبل الله حجكم أو حجا مبرورا وسعيا مشكورا. ഹജ്ജ് ചെയ്ത് മടങ്ങിയെത്തുന്നവർക്ക് വേണ്ടി അനുവദനീയമായ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുന്നതുകൊണ്ട്, ആശംസകൾ അർപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്നാൽ അത് സുന്നത്ത് എന്നുള്ള നിലയിലല്ല, അനുവദനീയമായ രീതിയിൽ, മതത്തിൽ അനുവദനീയമായ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുന്നതുകൊണ്ട് വിരോധമില്ല. ഉദാഹരണമായി തഖബ്ബലല്ലാഹു തആതകും എന്നോ തഖബ്ബലല്ലാഹു ഹജ്ജകും എന്നോ ഹജ്ജൻ മബ്റൂറൻ വസഅയൻ മഷ്കൂറ എന്നെല്ലാം ആളുകൾ പറയാറുണ്ട്. അതിൽ വിരോധമില്ല. പക്ഷേ ഇത് സംബന്ധമായി വന്ന ഹദീസുകൾ ദുർബലമായി കാണാവുന്നതാണ്. അത്തരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ഹദീസുകളൊന്നും തന്നെ വന്നതായി കാണാൻ സാധിക്കുന്നില്ല. വഖദ് ജാഅത് അഹദീസ് വആഥാറുൻ ളഈഫ ഫീമാ യുഖാലിൽ ഹാജ് ബഅദ റുജൂഇ വലാ നുസ്ബിതുഹാ മിൻ ഹൈസു സനദ്. ഇത് സംബന്ധമായി വന്ന റിപ്പോർട്ടുകൾ അത്രയും ഇതിന്റെ സനദ് സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ സാധാരണയായി ആളുകൾക്ക് വേണ്ടി പരസ്പരം കണ്ടുമുട്ടുമ്പോഴും മറ്റും പ്രാർത്ഥിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതിൽ വിരോധമില്ല. ഖബിലല്ലാഹു ഹജ്ജക് വഅഫറ ദംബക് വഅഖലഫ നഫഖതക് തുടങ്ങിയതായ പ്രാർത്ഥനകൾ ആളുകൾ നടത്താറുണ്ട്. ഇത് അനുവദനീയമായ പ്രാർത്ഥനയായി അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം.